പ്രാപിക്കാനും വന്നേക്കണ്. ചെലപ്പോ മീൻ മേടിക്കാൻ വന്നതാവും. ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല, തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണയൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. മലയാളം പറയണ്. എടാ, നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ബൈ. എടാ, നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുവോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ, ബായിയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ഞാനടാ ബോട്ട് പറഞ്ഞു. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നതാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. എന്റെ ബോട്ട്! നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ വൈകിട്ട് വന്നേക്കാം. നോക്കി നിൽക്കാതെ ഇറക്കണമെന്തായാലും ചീഞ്ഞു ആരും എന്റെ ബോട്ടിൽ കയറി പാടുന്നത്. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ. രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിന് ആശുപത്രി കൊണ്ടാ മുതലാളി പോരെ. ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതില് വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നന്നായി. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്കം കിട്ടിട്ട് എന്തിനാ പട്ടി നിന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനാ? പടക്കല്ല പണ്ടിറങ്ങാനായിട്ട് പതക്കം. ഈ കാലം പിടിച്ചേ. എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകുന്ന മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. എന്നാ പിന്നെ പണ്ടാറങ്ങണം. മുതലാളി ഒന്ന് എന്താടാ? ഓടിച്ച നീ മരുന്ന് മേടിച്ചുണ്ടാ. ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി. 1/2 സ്പൂൺ വെച്ച്. ഓക്സിജൻ തീർന്നു. ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു? അതിന് കുടിച്ചെടുത്താ ആ ജനലിൽ തുറന്നു പറ. ഇവിടെയൊക്കെ കണ്ടവാൻ ഓക്സിജൻ ഉണ്ട്. വലിച്ചു കയറ്റട്ടെ. എന്നെ ചവിട്ടിട്ട് നീ കരയുന്നോളാം ജോണ്ടി. എന്നെ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ, എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റണ ലക്ഷണമുണ്ട്.